ഹലോ അമീഗോ, ഇറ്റ്സ് മീ റാങ്കോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് NH544, അതായത് കൊച്ചി സേലം നാഷണൽ ഹൈവേയിൽ നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറായ വാളയാറിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഫസ്റ്റ് മോട്ടോർ സൈക്കിൾ റേസിംഗ് ട്രാക്ക് എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. ഇത് കുറച്ചൊരു പഴയ വീഡിയോ ആണ്, 2 കൊല്ലം മുന്നേ നടന്നൊരു സംഭവമാണ്. അതായത് 2022 ജൂൺ മാസത്തിൽ നടന്നൊരു ഇവൻറ്റിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യമഹയുടെ ഫസ്റ്റ് ട്രാക്ക് ഡേ ഇവൻറ്റ്, ആ ഒരു ഇവൻറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മോട്ടോർ സൈക്കിൾ റൈഡിങ്ങിൽ ക്രേസുള്ള എല്ലാ ആളുകളുടെയും ഒരു ഡ്രീം ആയിരിക്കും ഒരു റേസിംഗ് ട്രാക്കിൽ വണ്ടി ഓടിക്കുക എന്നുള്ളത്. പക്ഷേ ഒരു റേസിംഗ് ട്രാക്കിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുക എന്നുള്ളത് അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല, വളരെ എക്സ്പെൻസീവ് ആണ്. അതിന് FMSCയുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം. ഇതൊന്നും ഇല്ലാതെ റേസിംഗ് ട്രാക്കിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ഈ റേസിംഗ് സ്കൂളുകളൊക്കെ ഉണ്ടാവും, അവരൊക്കെ 2 ഡേ 3 ഡേ ഇവൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഏകദേശം 20,000 to 30,000 ഒക്കെ മിനിമം എക്സ്പെൻസ് വരും. കാരണം ഈ റേസിംഗ് ഷൂട്ടിൻ്റെ റെൻറ്റ്, കാര്യങ്ങൾ, മോട്ടോർ സൈക്കിൾസ്, ഇതിനായിട്ട് നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരാൾക്ക് അത്ര സിമ്പിളായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു റേസിംഗ് ട്രാക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ യമഹ ആദ്യമായിട്ട് ഈ ഒരു ട്രാക്ക് ഡേ ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ കോമൺ ആൾക്കാർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ട്രാക്ക് ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ആദ്യമായിട്ട് യമഹയാണ്. ഇപ്പം ഒരുപാട് ബ്രാൻഡുകൾ ഇതുപോലെയുള്ള ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. KTM പല ബ്രാൻഡുകളും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇവൻറ്റിന് യമഹ ചാർജ് ചെയ്യുന്നത് 2,000 rupees രജിസ്ട്രേഷന്. ഞാനും ഈ ഒരു LG 2020 എടുത്താണ്. ഏകദേശം 2 കൊല്ലം കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി ഓടിച്ച് ഒരുപാട് ടെക്നിക്സൊക്കെ ലേൺ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ നമ്മുടെ മോട്ടോർ സൈക്കിളായിട്ട് നമുക്കൊരു കണക്ഷൻ വരാൻ തുടങ്ങും. നമ്മൾ പിടിച്ചാൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ബോണ്ട് നമ്മൾ മോട്ടോർ സൈക്കിളായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പബ്ലിക് റോഡ് നമുക്കൊരു ലിമിറ്റേഷനായി തോന്നും. കാരണം റോഡിലെ കുഴികൾ, അതുപോലെ അൺഎക്സ്പെക്റ്റഡായ റോഡിലേക്ക് കയറി വരുന്ന ആളുകൾ, അതുപോലെ ആനിമൽസ്, വണ്ടികൾ അൺഎക്സ്പെക്റ്റഡായിട്ട് വരുന്നത്, അതുപോലെ തന്നെ നമ്മുടെ റോഡിലുള്ള നിയമങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മളെ ഈ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ക്യാരക്ടർ ഫുള്ളായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. ഈ ഒരു പോയിന്റിലാണ് നമ്മൾ മോട്ടോർ സൈക്കിൾ റേസിംഗ് ട്രാക്കിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ MotoGP ഒക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഈ ഒരു ട്രാക്ക് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറഞ്ഞത് തന്നെ വലിയൊരു കാര്യമായിരിക്കും. ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ എനിക്കും വരുന്ന ടൈമിലാണ് ഈ ഒരു ഇവൻറ്റിനെ കുറിച്ച് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കാണുന്നത്. പിന്നൊന്നും നോക്കിയില്ല, രജിസ്റ്റർ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇവൻറ്റിന് പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു നാഷണൽ ഹൈവേന്ന് ജസ്റ്റ് എക്സിറ്റ് ചെയ്തിട്ട് 2-3 ഡൈവേഴ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചെട്ടിപ്പാളയം കാരി മോട്ടോർ സ്പീഡ് വേ റേസിംഗ് ട്രാക്കിലേക്ക് എത്താൻ പറ്റും. നമ്മളെ മലയാളികൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നിയറസ്റ്റ് റേസിംഗ് ട്രാക്കാണ് ഈ ഒരു കാരി മോട്ടോർ സ്പീഡ് വേ. നമ്മുടെ കേരളത്തിൽ തൃശ്ശൂരൊക്കെ ഗോകാർട്ട് റേസ് ട്രാക്കൊക്കെ ഉണ്ട്, ചെറിയ ട്രാക്ക്. പക്ഷേ പ്രോപ്പറായിട്ടുള്ളൊരു റേസിംഗ് ട്രാക്ക് നമ്മളെ അടുത്തുള്ളത് ഈ ഒരു കാരി മോട്ടോർ സ്പീഡ് വേ ആണ്. Looking for a better place, not to stay alone. Gain our trust and you chose to break it. Ask for truth but you only fake it. Thought you said what we had was sacred. It's all lies, all lies. I was broken. അങ്ങനെ നമ്മൾ ഏകദേശം ഈ ഒരു സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു റെഡ് ബോർഡ്, അത് ഈ ഒരു റേസിംഗ് ട്രാക്കിൻ്റെ ബോർഡാണ്, കാരി മോട്ടോർ സ്പീഡ് വേ. അങ്ങനെ അതിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ അവിടെ ആയിട്ട് നമ്മുടെ യമഹയുടെ ട്രാക്ക് ഇവൻറ്റിൻ്റെ ഒരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു കാരി മോട്ടോർ സ്പീഡ് വേയിലേക്ക് എൻ്റർ ചെയ്തു. ഇവിടെയൊക്കെ 2 സൈഡിലും യമഹയുടെ ബാനേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ ഒരു ട്രാക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ആ ഒരു ചെറിയ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. കാരണം അറിയാലോ, മോട്ടോർ സൈക്കിൾ റൈഡ് ചെയ്യുന്നത് ഇഷ്ടമുള്ളവരുടെ ഒരു വലിയ ഡ്രീം തന്നെ ആയിരിക്കും ഈ ഒരു റേസിംഗ് ട്രാക്കിലൊന്നും ഓടിക്കാണ്. റേസ് ചെയ്യണമെന്നൊന്നും ഉണ്ടാവില്ല, പക്ഷേ ട്രാക്കിൽ ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വേറെ തന്നെ എക്സ്പീരിയൻസ്. What we had was sacred. It's all lies, all lies. I was broken and isolated. കാറ്റ് നമ്പർ ഉണ്ടോ?
8 വണ്ടി ഇവിടെ നിർത്തുക, നേരെ വെക്കും. ഇവിടെ ഇവിടെ ആ അത് കോഴിക്കോട് മലപ്പുറം. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി. ആൾറെഡി ഓൺലൈനായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം, പേയ്മെൻറ്റൊക്കെ ചെയ്യണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും ചെറിയൊരു കൺഫർമേഷൻ കൗണ്ടർ ഉണ്ട്. അവിടെ നമ്മൾ ചെന്ന് നമ്മളെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്താൽ അതിൽ ചെറിയൊരു സ്ലിപ്പ് തരും. അതായത് ഇവിടേക്കുള്ള എൻട്രി സ്ലിപ്പാണ്. അതിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പല ഗ്രൂപ്പുകളായിട്ടാണ് ഈ ഒരു ട്രാക്ക് സെഷൻ അവർ വെച്ചിട്ടുള്ളത്. എനിക്ക് 8ാമത്തെ ഗ്രൂപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സ്ലിപ്പിൽ ഒരുപാട് ചെക്ക് ലിസ്റ്റുകളും കൊടുത്തിട്ടുണ്ട്. നമ്മളെ രജിസ്ട്രേഷൻ്റെ, വെഹിക്കിൾ പ്രിപ്പറേഷൻ്റെ, ബ്രീഫിങ്, അതേപോലെ റൈഡിങ് ഗിയേഴ്സിൻ്റെ ഒക്കെ ഒരു ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ട്രാക്കിലേക്ക് എൻ്റർ ചെയ്യുക. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ലിപ്പ് തന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഇവന്റിൽ പങ്കെടുക്കണമെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. നമുക്ക് ലൈസൻസ് വേണം, ഒരു യമഹ മോട്ടോർ സൈക്കിൾ ഉണ്ടായിരിക്കണം, അതേപോലെ RC ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വേണം. നമുക്ക് യമഹ മോട്ടോർ സൈക്കിൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ ഒരു സ്ലിപ്പ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇവിടെ അവർ ചെക്ക് ചെയ്യും ഈ ഒരു സ്ലിപ്പിലെ കാര്യങ്ങളൊക്കെ, രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് കടത്തി വിടും. അങ്ങനെ നമ്മുടെ റേസിംഗ് ട്രാക്കിൻ്റെ മെയിൻ പാർക്കിംഗ് ലോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നമ്മൾ ഇവിടുത്തെ എക്സിക്യൂട്ടീവ്സിന് ഹാൻഡ് ഓവർ ചെയ്യണം. അവർ ഈ ഒരു റേസിംഗ് ട്രാക്കിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസ്, മാസ്കിങ് ടേപ്പുകൾ പൊട്ടിക്കണ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവർ ചെയ്യും. അപ്പോൾ അതിനായിട്ട് വണ്ടി നമുക്ക് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. അങ്ങനെ നമ്മൾ വണ്ടി ഹാൻഡ് ഓവർ ചെയ്ത് നേരെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഈ ഒരു പാർക്കിംഗ് ലോട്ടിൽ ഒരു മുതൽ കിടക്കുന്നുണ്ട്, യമഹയുടെ MT9. എൻ്റെ ഫേവറേറ്റ് വെർഷനാണ് ഈ ഒരു കാണുന്ന വെർഷന്. ഈ ഒരു കൺസോള് സൈഡിലായിട്ട് വരുന്ന ഈ ഒരു MT9. ഇത് കഴിഞ്ഞിട്ട് വന്ന വെർഷന്, ഇതിൻ്റെ മുന്നുള്ള വെർഷനൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ ഈ ഒരു വെർഷൻ അതൊരു വേറെ ലെവൽ സാധനം തന്നെയാണ്. ക്രോസ്പ്ലെയിൻ എഞ്ചിന്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര നേരിട്ട് അടുത്തുനിന്ന് കാണുന്നത്. ഇത് നമ്മളെ കേരളത്തിലുള്ള ഒരു വണ്ടി തന്നെയാണ്. അത് തന്നെ ഞാൻ ഈ ഒരു റേസിംഗ് ട്രാക്കിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിന് അടുത്തുള്ള ഒരു പ്രോപ്പർ റേസിംഗ് ട്രാക്കാണ് ഈ ഒരു കാരി മോട്ടോർ സ്പീഡ് റേസിംഗ് ട്രാക്ക്. ഇതിൽ ഏകദേശം 2.3 കിലോമീറ്ററാണ് ഈ ഒരു റേസിംഗ് ട്രാക്കിൻ്റെ ലെങ്ത് വരുന്നത്. അതിൽ തന്നെ 15 കേർവ്സ് വരുന്നുണ്ട്, ബാങ്കിങ് ടേൺസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 800 മീറ്ററിൻ്റെ ഒരു സ്ട്രെയിറ്റ് സ്ട്രെച്ചും ഈ ഒരു ട്രാക്കിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഈ ഒരു റേസിംഗ് ട്രാക്കിൻ്റെ ജസ്റ്റ് സ്പെക്സ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഇവന്റിൽ കുറച്ച് വണ്ടികളൊക്കെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്, അതിലേക്കൊക്കെ നോക്കാം. ഈ ഒരു റേസ് ട്രാക്കിൻ്റെ പിറ്റ് ലൈനിൽ അവർ കസ്റ്റമർ ലോഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുന്ന ആളുകൾക്ക് ജസ്റ്റ് റെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിൻ്റെ സൈഡിലായിട്ട് യമഹയുടെ വണ്ടികൾ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ യൂഷ്വലി കാണുന്ന R15, എയറോക്സ്, MTXG ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ 2 മോഡലുകളുണ്ട്. ഒന്ന് നമ്മൾ നേരത്തെ കണ്ട MT9 തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ലെജൻഡറി R1, യമഹ R1, എൻ്റെ ഫേവറേറ്റ്, യമഹയുടെ ഫേവറേറ്റ് വണ്ടി, ക്രോസ് പ്ലെയിൻ എഞ്ചിനുള്ള യമഹയുടെ സൂപ്പർ ബൈക്ക്. ഈ ഒരു R1ഉം ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു R1 ആണ് എൻ്റെ ഫേവറേറ്റ്. ഇത് കഴിഞ്ഞിട്ടുള്ള വെർഷനും ഇതിൻ്റെ മുന്നുള്ള വെർഷനും ഡിസൈൻ വൈസ് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഡിസൈൻ. ഞാൻ ജസ്റ്റ് കയറി ഇരുന്നൊക്കെ നോക്കി, ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. ഇരുന്നപ്പോൾ തന്നെ അതൊരു വേറെ തന്നെ ഫീലായിരുന്നു. ഈ ഒരു സൂപ്പർ ബൈക്കിൽ ആദ്യമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ആ ഒരു ഫീൽ അത് വേറെ തന്നെയാണ്. ഇതൊക്കെ ഓൺ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ഇതൊക്കെ നമ്മളൊരു ഡ്രീമാണ്, സൂപ്പർ ഡ്രീമിൽ പെടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഈ ഒരു MT9 R1 ഒക്കെ. അതുപോലെ ഇതിൻ്റെ സൈഡിലായിട്ട് യമഹയുടെ ഒരു ചെറിയ സ്റ്റോറും കൊടുത്തിട്ടുണ്ട്. യമഹയുടെ കൺസ്യൂമബിൾസും അതുപോലെ യമഹയുടെ ടീഷർട്ട് കാര്യങ്ങൾ, ഹെൽമെറ്റൊക്കെ ഉണ്ട്. ഒക്കെ 10% ഡിസ്കൗണ്ടിൽ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇവൻ്റ് ആൾറെഡി സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ഒഫീഷ്യലി ഉള്ള ഈ ഒരു വീഡിയോഗ്രാഫിയും കാര്യങ്ങളും ഒഫീഷ്യൽ ഫ്ലാഗ് ഓഫ് ഒക്കെ ഇപ്പം നടക്കുന്നുള്ളൂ. അതിനായിട്ട് നമ്മുടെ പിറ്റ് ലൈൻ്റെ എക്സിറ്റിൽ
ഇപ്പോൾ വണ്ടികൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാമറാമാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പിറ്റിൽ നിന്ന് വണ്ടികളെ എക്സിറ്റ് ചെയ്തിട്ട് ട്രാക്കിലേക്ക് കയറാൻ പോവാണ്. അങ്ങനെ നമ്മുടെ യമഹ ട്രാക്ക് ഡേയുടെ ഒഫീഷ്യൽ ഫ്ലാഗ് ഓഫ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. Demon, I got eyes in the back of my head, I'm seeing. Take me for granted and you know I'm leaving. I'ma take what's mine with the webs I'm weaving. I could take this crap from seeing to believing. Got a taste for blood and my tongue keeps bleeding from the words I spit. So sharp, so freezing, so cold. Behold, frostbite, they feeling. I can tear you apart or I could go heal them. Don't believe in fate, don't believe in ceilings. I just need a taste and my mind starts feeling. I don't pace myself, I grind on kneeling. Got lust for change, I just love the feeling of. ഈ ഒരു സൗണ്ട് തന്നെ ഭയങ്കര ത്രില്ലിംഗ് ആണ് കേട്ടോ. ഈ ഒരു റേസിങ് ആദ്യമായിട്ടാണ് ഈ ഒരു ട്രാക്കിലെ സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. റേസിങ്ങിൻ്റെ പ്രോപ്പർ മോട്ടോർ സൈക്കിൾ റേസിങ്ങിൻ്റെ സൗണ്ട് ഇതിലും ഭീകരമായിരിക്കും. ഇതിപ്പോൾ ഈ ഒരു വന്നവരിൽ പലരും എക്സോസ്റ്റ് ചെയ്ത വണ്ടികൾ ഉള്ളതുകൊണ്ടാണ് ഇതുപോലെയുള്ള സൗണ്ടൊക്കെ കിട്ടുന്നത്. നോർമൽ എക്സോസ്റ്റ് സൗണ്ട് തന്നെ ഈ ഒരു റേസിംഗ് ട്രാക്കിൽ നമ്മളിങ്ങനെ സൈഡിൽ നിന്നിങ്ങനെ വാച്ച് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് വേറെ തന്നെ ഫീലാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലുള്ള ഒരു സംഭവം നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മൾ മോട്ടോ ജിപ്പിയും കാര്യങ്ങളൊക്കെ ടി വിയിലും അതേപോലെ തന്നെ ഫോണിലൊക്കെ കാണുന്നുണ്ട്, യൂട്യൂബിലൊക്കെ. പക്ഷേ ഒരു റിയൽ ടൈം ട്രാക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇപ്പോഴാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കേരളത്തിലും ഒരു റേസിംഗ് ട്രാക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നുന്നുണ്ട്. I can feel the blood creeping up from the heathens. Got will, got fight, got pride, got reason. If they wanna go eat, then you know I'm gon' feed them. If you're coming for me, hope you're ready for a demon. I got eyes in the back of my head, I'm seeing. Take me for granted and you know I'm leaving. I'ma take what's mine with the webs I'm weaving. I could take this crowd from seeing to believing. Got a taste for blood and my tongue keeps bleeding from the words I spit. So sharp, so freezing, so cold. Behold, frostbite, they feeling. I could tear you apart or I could go heal them. Don't believe in fate, don't believe in ceilings. I just need a taste and my mind starts feeling. I don't ഈ ഒരു മെയിൻ ട്രാക്കിൻ്റെ സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു സ്പേസ്, ഈ ഒരു ടാർ ചെയ്തിട്ടുള്ള ഈ ഒരു സ്പേസാണ് നമ്മൾ പിറ്റ് ലൈൻ എന്ന് പറയുക. അതായത് റേസിങ്ങിനായിട്ട് മോട്ടോർ സൈക്കിൾസ് പ്രിപ്പയർ ചെയ്യുന്നതും അതുപോലെ റേസിങ്ങിൻ്റെ ഇടയിൽ വീൽ ചേഞ്ച് അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിലൊക്കെ ഈ ഒരു പിറ്റ് ലൈനിൽ വന്നിട്ടാണ് ചെയ്യുക. അതേപോലെ ഈ ഒരു റേസിങ്ങിന് എൻ്റർ ചെയ്യുന്നതും റേസിങ്ങിൽ നിന്ന് നമ്മുടെ എക്സിറ്റ് ചെയ്യുന്നതും ഒക്കെ ഈ ഒരു പിറ്റ് ലൈനിലൂടെയാണ്. ഈ ഒരു പിറ്റ് ലൈനിൻ്റെ എക്സിറ്റാണ് കുറച്ച് മുന്നേ കാണിച്ചത്. ഈ ഒരു പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ ഇതുപോലെ റേസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഇപ്പോൾ വണ്ടികൾ വരുന്ന പോലെ ഈ പിറ്റ് ലൈനിലോട്ടാണ് റൈഡേഴ്സ് വരിക. എന്നിട്ട് ഇവിടെ പാർക്ക് ചെയ്യും. ഇപ്പോൾ നേരത്തെ പോയ ആ ഒരു ടീമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ വണ്ടി ഇവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വന്നപ്പോൾ അവർ ഈ ഒരു വണ്ടി പ്രോപ്പറായിട്ട് മാസ്ക് ചെയ്യും. നമ്മുടെ ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു മാസ്കിംഗ് ടൈപ്പ് കൊണ്ട് മാസ്ക് ചെയ്ത് ഇതുപോലെ ലൈനപ്പ് ആയിട്ട് വെക്കും. ഓരോ ഗ്രൂപ്പായിട്ടാണ് ഈ ഒരു ലൈനപ്പ് സെറ്റ് ചെയ്യുക. അതിനാണ് നമ്മുടെ ആ ഒരു എൻട്രി ചെയ്തപ്പം ആ ഒരു ടാഗ് തന്നത്. അതിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെന്തിനാ അങ്ങനെ മാസ്ക് ചെയ്യുന്നത് ചോദിച്ചാൽ ഇൻ കേസ് ഇനി ആക്സിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഗ്ലാസും ഇതിൻ്റെ ഒക്കെ പാർട്ടിക്കിൾസ് ട്രാക്കിൽ സ്പ്രെഡ് ആവാതിരിക്കാൻ, അതുകൊണ്ട് എന്തെങ്കിലും ഇഞ്ചുറീസൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാസ്ക് ചെയ്തിട്ടുള്ളത്. പ്രോപ്പർ റേസിംഗ് വണ്ടികളിലൊന്നും ഈ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ഹെഡ്ലൈറ്റും മിറേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ നമ്മൾ പ്രോപ്പർ റേസിംഗ് ബൈക്ക് അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ മാസ്ക് ഒക്കെ ചെയ്യുന്നത്. ഈ ഒരു മാസ്കിംഗ് പ്രിപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അനൗൺസ് ചെയ്യും ഓരോ ഗ്രൂപ്പിലും. നമ്മുടെ ഗ്രൂപ്പ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു ബ്രീഫിംഗ് ഉണ്ട്. ട്രാക്കിലെ റൂൾസും കാര്യങ്ങളും ഫ്ലാഗുകൾ അങ്ങനത്തെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ. ഈ ഒരു റേസിംഗ് ട്രാക്കിനെ കുറിച്ച് ചെറിയൊരു ബ്രീഫിങ്, ഇതിൽ എങ്ങനെയൊക്കെ വണ്ടി ഓടിക്കണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല
എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയ ബ്രീഫിങ്. അപ്പോൾ ആ ഒരു ബ്രീഫിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ട്രാക്കിലേക്ക് ഇറങ്ങാനുള്ള റൈഡിങ് ഗിയേഴ്സ്, നമ്മുടെ റേസിംഗ് സ്യൂട്ട്, ഗ്ലൗസ്, ബൂട്ട്സ്, അതുപോലെ തന്നെ പ്രോപ്പർലി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹെൽമെറ്റ്സ് ഇല്ലാത്തവർക്ക് അങ്ങനെ പ്രോപ്പർ സർട്ടിഫിക്കേഷൻ ഉള്ള ഹെൽമെറ്റ്, ഇതൊക്കെ നമ്മൾ കളക്ട് ചെയ്യണം. ഈ ഒരു ഇവൻറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കിറ്റ് കിട്ടും. ആ ഒരു കിറ്റും നമുക്ക് അവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ ഒരു കിറ്റിൽ ഒരു ലൈനറൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈനർ വിയർ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ ഒരു റൈഡിങ് ഗിയേഴ്സ് എല്ലാം തന്നെ വിയർ ചെയ്യണം. അതിനുശേഷം ഓരോ ഗ്രൂപ്പായിട്ട് നമ്മുടെ ട്രാക്കിലേക്ക് നമുക്ക് എൻട്രി പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു ഇവൻറ്റിൻ്റെ സെറ്റപ്പ് വരുന്നത്. അങ്ങനെ ഇതാ നമ്മളും ഈ ഒരു റേസിംഗ് സ്യൂട്ടിൻ്റെ ഉള്ളിൽ കയറി. ഇതൊരു വേറെ തന്നെ ഫീലാണ്. ഫുള്ളി ലെതറായിട്ടുള്ള ഈ ഒരു സ്യൂട്ട് നമ്മുടെ മൂവ്മെൻറ്റ്സൊക്കെ, ഒരുപാട് മൂവ്മെൻറ്റ്സ് ഫുള്ളി റെസ്ട്രിക്റ്റ് ചെയ്യും. നമുക്കൊരു റോബോട്ടിക് മൂവ്മെൻറ്റ് പോലെ ഫീൽ ചെയ്യുന്ന ടൈപ്പ് ചെറിയ മൂവ്മെൻറ്റ്സ് മാത്രമേ കിട്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുക എന്നുള്ളത് തന്നെ ഒരു സ്പെഷ്യൽ ഫീലാണ്. കുറച്ച് നല്ല ഹെൽത്തി ആയിരിക്കണം ഇതുപോലെയുള്ള റേസിംഗ് സ്യൂട്ടൊക്കെ നിൽക്കണമെങ്കിൽ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അത്യാവശ്യം ഒരു ഫിറ്റ്നസ് ബോഡിയിലുള്ള ആൾക്ക് മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ അധികം നേരം നിൽക്കാൻ കഴിയുള്ളൂ. അത്രക്കും ടാസ്ക്കാണ്. അതുപോലെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആണ്. അതൊക്കെ ഉണ്ട് ഈ ഒരു സ്യൂട്ടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ. ഈ ഒരു സ്യൂട്ട് ഇട്ടാൽ തന്നെ നമ്മളൊരു ആസ്ട്രോനോട്ടിൻ്റെ ഒക്കെ ഒരു ഫീല് വരും. നമ്മൾ സ്പേസ് ഷിപ്പിലൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി സെറ്റായി നിൽക്കുന്ന പോലത്തെ ഒരു ഫീല് വരും. കാരണം അത്രക്കും ഹെവിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഫുൾ ബോഡി കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സ്യൂട്ട് ഉണ്ടാവുക. ഒരു പ്രോപ്പർ വെന്റിലേഷൻ പോലും ഉണ്ടാവില്ല ഈ ഒരു സ്യൂട്ടിന്. കംപ്ലീറ്റ്ലി ലെതറാണ്. ഈ ഒരു ട്രാക്കിലേക്ക് കയറാൻ വേണ്ടി നമ്മൾ ലൈനപ്പായിട്ട് നിൽക്കുമ്പോൾ തന്നെ അവർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹെൽമെറ്റ് സ്ട്രാപ്സ് ഒക്കെ പ്രോപ്പറായിട്ടാണോ വിയർ ചെയ്തിട്ടുള്ളത്, നമ്മുടെ റേസിംഗ് സ്യൂട്ടും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വിയർ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ സംഭവങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യും. അതിന് ശേഷമാണ് അവർ നമ്മളെ ട്രാക്കിലേക്ക് എൻട്രി തരിക. മാത്രമല്ല നമുക്ക് ഫ്രീ ആയിട്ട് ട്രാക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇവർ ബ്രീഫിങ്ങിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരും. ഈ ഒരു ഇവൻറ്റിൽ നമുക്ക് ഫ്രണ്ടിൽ ഒരാളുണ്ടാവും. മൂപ്പരെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോകാനേ നമുക്ക് കഴിയുള്ളൂ. ട്രാക്ക് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂല. ആരെയും ഓവർടേക്ക് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഫ്രണ്ടിലുള്ള ആളെ ഫോളോ ചെയ്ത് പോവുക, അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു റേസ് എക്സ്പീരിയൻസ് ഒന്നും കിട്ടൂലെങ്കിലും നമുക്ക് ട്രാക്കിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്യൂട്ടിൽ കയറി നിൽക്കുന്നത് തന്നെ വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ഒരു യമഹ ഫാൻ ബോയ് എന്നുള്ള രീതിയിൽ ഈ ഒരു യമഹൻ്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളും എല്ലാവരും ഈ ഒരു റേസിംഗ് സ്യൂട്ടിൽ ഇങ്ങനെ ലൈനപ്പ് ചെയ്ത് നിൽക്കുന്നതും ഈ ഒരു സമയത്ത് വെയിറ്റ് ചെയ്യുമ്പോഴും ഒക്കെ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ഈ ഒരു ബ്രീഫിങ്ങിന് കയറിയപ്പോഴൊക്കെ അവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എക്സൈറ്റഡ് ആണോ. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു വലിയൊരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അടുത്തത് നമ്മളായിരുന്നു ട്രാക്കിലേക്ക് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഇവൻറ്റ് കോർഡിനേറ്റേഴ്സ് ഒരു സ്പെഷ്യൽ സ്ലോട്ട് നമ്മുടെ മീഡിയ വിങ്ങിന് കൊടുത്തു. അപ്പോൾ അവരുടെ കഴിഞ്ഞിട്ടേ ഇനി നമ്മൾ കയറാൻ പറ്റുള്ളൂ. നമ്മൾ കുറച്ചു നേരം ഈ റേസിംഗ് സ്യൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ ഒരു സമയത്താണ് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഫുള്ള് കിക്കായത്. എന്തോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായി പോകുമോ അങ്ങനെ എന്തൊക്കെ ഉള്ള ഒരു ഫീലിംഗ് കൊണ്ടാണോ അതോ ട്രാക്കിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നു എന്നുള്ള ആ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റിന്റെ ചിന്തകൾ വന്നുകൊണ്ടാണെന്ന് അറിയില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത്യാവശ്യം ഉച്ച ടൈം ആയതുകൊണ്ട് 1 മണിയൊക്കെ ആയ ടൈം ആയതുകൊണ്ട് ഒരുവിധം എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ പോയി. പക്ഷേ ഞാനിവിടെ തന്നെ ഈ ഒരു റേസിംഗ് സ്യൂട്ടിൽ വിയർത്ത് കുളിച്ച് അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് വന്നു. ഈ ഒരു മീഡിയ വിങ്ങിൻ്റെ ട്രാക്ക് ഭയങ്കര അടിപൊളി സെഷനായിരുന്നു. ഏകദേശം ഈ ഒരു റേസിംഗ് ലൈസൻസ് ഒക്കെ ഉള്ള ടീംസ് ആയിരുന്നു അധികം. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു റേസിംഗ് ട്രാക്ക് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തായിരുന്നു. അവരുടെ ഫുൾ പൊട്ടൻഷ്യലിൽ വണ്ടികൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. R3 നമ്മുടെ നേരത്തെ കണ്ട MT9 ഒക്കെ കംപ്ലീറ്റ്ലി ആ ഒരു റോർ ഫീലായിരുന്നു ആ ഒരു സമയത്ത്. 2000 റുപ്പീസാണ് ഇതിന് രജിസ്ട്രേഷൻ ഫീ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളൊരു ടാഗാണ്. കാരണം ഈ ഒരു റേസിംഗ് സ്യൂട്ടിൻ്റെ റെൻറ്റ് മാത്രം നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ 2000 വരും. കൂടാതെ അവർ നമുക്ക് ലൈനർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. ഒരു ടീഷർട്ട് കിട്ടും, അതുപോലെ മാസ്ക്, കീ ചെയിൻസ്, സ്റ്റിക്കേഴ്സ്, രജിസ്ട്രേഷൻ കിറ്റിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്തായാലും ഈ ഒരു 2000 വേർത്താണ്. അങ്ങനെതാ നമ്മൾ റേസിംഗ് ട്രാക്കിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ഇതിപ്പോൾ പിറ്റ് ലൈൻ്റെ എക്സിറ്റ് ആണ്. ഇതിങ്ങനെ നേരെ പോയിട്ട് ട്രാക്കിലേക്ക് ജോയിൻ ചെയ്യും.
ട്രാക്കിൻ്റെ പ്രോപ്പറായിട്ടുള്ള ആ ഒരു സ്റ്റാർട്ടിംഗ് ലൈനപ്പിലല്ല ഇത് ചേരുക. അതിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് പിറ്റ് ലൈൻ്റെ എക്സിറ്റ് നേരെ ട്രാക്കിലേക്ക് ചേരുക. ഇതിനിങ്ങനെ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം പ്രോപ്പറായിട്ടുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്താൻ. ഇത് നമുക്ക് നേരെ ആൻറ്റി ക്ലോക്ക് വൈസ് കയറുകയാണെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെയാണ് സ്റ്റാർട്ടിങ്. പക്ഷേ നമ്മൾ ഈ ഒരു റേസിംഗ് സർക്യൂട്ടിൽ ഒരൊറ്റ സിംഗിൾ ഡയറക്ഷനിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതൊക്കെ ആ ഒരു ബ്രീഫിങ്ങിൽ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള ട്രാക്കിൽ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് പോകരുത്. അത് എഗെയിൻസ്റ്റ് ദ റൂളാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ട്രാക്ക് കുറച്ച് ക്ലോസറായിട്ട് കാണാം. അപ്പോൾ ഈ ട്രാക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കാരി മോട്ടോർ സ്പീഡ് വേ എന്നാണ് ഈ ഒരു ട്രാക്കിൻ്റെ പേര് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ കോയമ്പത്തൂരിനടുത്ത് ചെട്ടിപ്പാളയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് ഈ ഒരു ട്രാക്ക് ഉള്ളത്. ഇത് ശരിക്കും 2003 ഇനാഗുറേറ്റ് ചെയ്തൊരു ഫോർമുല 3 റേസിംഗ് ട്രാക്കാണിത്. 2.1 കിലോമീറ്റർ ആയിരുന്നു ഇത് ഇനാഗുറേറ്റ് ചെയ്ത ടൈമിൽ ഈ ഒരു ട്രാക്കിൻ്റെ ലെങ്ത് ഉണ്ടായിരുന്നത്. അന്ന് 14 കോർണേഴ്സ് ഒക്കെ ആയിട്ട് ഒരു 2.1 കിലോമീറ്റർ ലെങ്ത് ഉള്ള ഒരു റേസിംഗ് ട്രാക്ക് ആയിരുന്നു. പിന്നീട് അതിൽ കുറച്ച് റെനോവേഷൻ ഒക്കെ വരുത്തി ഒരു 15 ബാങ്കിങ് ടേണോട് കൂടിയിട്ടുള്ള ഒരു 2.32 കിലോമീറ്റർ ഉള്ള ഒരു ട്രാക്കാണ് ഇപ്പോൾ കറണ്ടിൽ ഉള്ളത്. അതുപോലെ തന്നെ 800 മീറ്ററിൻ്റെ ഒരു സ്ട്രെയിറ്റ് സ്ട്രെച്ചും ഈ ഒരു ട്രാക്കിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ട്രാക്കിന്റെ പേര് സുന്ദരം കാരിവരദൻ നായിഡു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർമർ ഇന്ത്യൻ ഫോർമുല റേസർ ഡ്രൈവറിന്റെ പേരിലാണ് ഈ ഒരു ട്രാക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കാരി എന്നുള്ള പേര് മൂപ്പരുടെ നെയിമെന്ന് ഒരു ആദരവ് എന്നുള്ള രീതിയിൽ എടുത്തതാണ്. അദ്ദേഹം ഒരു ഫോർമുല റേസിംഗ് ഡ്രൈവർ ആയിരുന്നു, അതുപോലെ തന്നെ ഒരു ഡിസൈനറും ആയിരുന്നു. ഇന്ത്യൻ ഓപ്പൺ വീലിന്റെ റേസ് കാർ ആയിട്ടുള്ള ഫോർമുല മാരുതി ഡിസൈൻ ചെയ്തതൊക്കെ പുള്ളിക്കാരനാണ്. ഈ ഒരു ട്രാക്ക് പണ്ട് ഒരു റൺവേ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പവർ ഗ്ലൈഡേഴ്സിനൊക്കെ വേണ്ടിയിട്ട്. അൾട്രാലൈറ്റ് ഏവിയേഷൻ മാനുഫാക്ചറിങ് കമ്പനി ഈ ഒരു നമ്മുടെ നേരത്തെ പറഞ്ഞ സുന്ദരം കാരിവരദൻ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു അൾട്രാലൈറ്റ് ഏവിയേഷൻ മാനുഫാക്ചറിങ് കമ്പനിയുടെ റൺവേ ട്രാക്കായിരുന്നു ഈ ഒരു റേസിംഗ് ട്രാക്ക് ആദ്യകാലങ്ങളിൽ. പിന്നീട് അത് ഈ 1990s ട്രാക്ക് റേസിംഗിനൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി. അതിനുശേഷം 2003 ബി വിജയ് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർമർ റേസർ ഇങ്ങനെ ഒരു ട്രാക്കാക്കി ബിൽഡ് ചെയ്തെടുത്തതാണ്. അപ്പൊ ഈ ഒരു ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് കൂടെയാണ് ഈ ഒരു കാരി എന്നുള്ള പേര് ഈ ഒരു ട്രാക്കിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ട്രാക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫോർമുല 3 റേസിംഗ് അപ്രൂവ്ഡ് ട്രാക്കാണ്. EIKയുടെയും FIAയുടെ ഒക്കെ അപ്രൂവലുള്ള ട്രാക്ക് തന്നെയാണിത്. അതുപോലെ ഇതിൽ ഫോർമുല മാരുതിയുടെയും ഫോർമുല LGB അതുപോലെ ഫോർമുല റോളോൺ ഷെവർലാൻഡും ഒക്കെ ഇവൻറ്റ്സ് നടക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളെ FMSCIൻ്റെ ഒക്കെ ഇവൻറ്റ്സ് ഈ ഒരു ട്രാക്കിൽ നടക്കാറുണ്ട്. മോട്ടോർ സൈക്കിൾ റേസിങ്ങുകൾ നടക്കാറുണ്ട്. അതുപോലെ റേസിംഗ് സ്കൂളുകളുടെ ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതേപോലെ ക്ലബ്ബുകൾ പ്രോഗ്രാംസ് സെറ്റ് ചെയ്യാറുണ്ട്, ഈ മോട്ടോർ സൈക്കിൾ റേസിംഗ് ക്ലബ്സും കാര്യങ്ങളൊക്കെ. അതേപോലെ ഗോ കാർട്ടിംഗ് പരിപാടികളും ഈ ഒരു ട്രാക്കിൽ നടക്കാറുണ്ട്. ഇതൊരു ഇൻ്റർനാഷണൽ ലെവൽ സർക്യൂട്ട് ഒന്നുമല്ല. നമ്മുടെ MMRT ബുദ്ധ് ഇൻ്റർനാഷണലൊക്കെ ഇൻ്റർനാഷണൽ റേസിംഗ് സർക്യൂട്ടാണ് ഇന്ത്യയിലുള്ള. ആ ഒരു ലെവലിലുള്ള സർക്യൂട്ടൊന്നുമല്ല. ഇതൊരു ഫോർമുല 3 റേസിംഗ് സർക്യൂട്ടാണ്, ഇൻ്റർനാഷണൽ ഒന്നുമല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ട്രാക്കിനെ കുറിച്ചുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ട്രാക്കിലേക്ക് കയറുമ്പം ഫസ്റ്റത്തെ 1-2 ലാപ്പ് നമുക്ക് ഒരു വാമപ്പ് ലാപ്പായിട്ടാണ് ഉണ്ടാവുക. അതായത് ഈ ഒരു ട്രാക്കിൻ്റെ പാത്തും കാര്യങ്ങളും കേർവ്സും കോർണറിങ് പാത്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ലാപ്പാണ് ഫസ്റ്റത്തെ 1-2-3 ലാപ്സ്. അതിനുശേഷമാണ് നമ്മുടെ പൊട്ടൻഷ്യൽ പുഷ് ചെയ്യാം. ഇവിടെ അങ്ങനെ പുഷ് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം ഫ്രണ്ടിലുള്ള ആളെ ഫോളോ ചെയ്ത് പോകാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. ഓവർടേക്ക് ഒന്നും ചെയ്യരുത് എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ. അതുമല്ല, ഫ്രണ്ടിലുള്ള ആൾ പോകുന്ന ആ ഒരു സ്പീഡിൽ നമുക്ക് പോകാൻ കഴിയുള്ളൂ. ഒരുപാട് കൂടുതൽ പുഷ് ചെയ്യാനൊന്നും പറ്റില്ല. എന്നാലും സ്ട്രെയിറ്റ് സ്ട്രെച്ചൊക്കെ വരുമ്പോൾ അത്യാവശ്യം 60-70 സ്പീഡിലൊക്കെ ചെയ്യുന്നുണ്ട്. അതിലും കൂടുതൽ നമുക്ക് കഴിയും, പക്ഷേ അത് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഈ ഒരു ട്രാക്ക് എക്സ്പീരിയൻസ് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ റോഡിൽ ഓടിക്കുന്ന പോലെയല്ല, ഫുള്ളി ഫ്രീ മൈൻഡായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. വേറെ റെസ്ട്രിക്ഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഈ ഒരു ട്രാക്ക് നല്ല ഗ്രിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. കോർണേഴ്സിലുള്ള ബാങ്കിങ്ങും കാര്യങ്ങളും ഒക്കെ പെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ കോർണറൊക്കെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ വീണ്ടും കടത്താൻ ഇങ്ങനെ ഒരു ത്വര വരും. ആ രീതിയിലാണ് ഈ ഒരു ട്രാക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ശരിക്കും നീ കോർണറൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ അത് അത്ര പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാനൊന്നും കഴിയില്ല. അതല്ല, ഈ ബട്ടൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് വേണം
പ്രോപ്പറായിട്ട് നീ കോർണർ ചെയ്യാൻ. ഞാൻ അതൊന്നും അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല, ചെയ്തു നോക്കിയിട്ടുണ്ടല്ല എന്ന് പറയുന്നതാണ് സത്യം. അത്യാവശ്യം ട്രയൽ ബ്രേക്കിങ്ങും പ്രോപ്പറായിട്ടുള്ള ഒരു കോർണറിങ് പാത്ത് എടുക്കാനൊക്കെ ഞാൻ അത്യാവശ്യം ട്രെയിൻ ചെയ്തുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ഈ ഒരു ട്രാക്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഒരു അടിപൊളി കാര്യമാണ് ഈ ഒരു റേറ്റിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ. പിന്നെ ഇവിടുത്തെ ചൂട് ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. അതും ഈ ഒരു ലെതർ സ്യൂട്ടിൻ്റെ ഉള്ളിൽ വേർത്തൊരു വിധായി. ശരിക്കും നമ്മൾ ഈ MotoGP റേസേഴ്സിനൊക്കെ നല്ല രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യണം. കാരണം അത്രക്കും സ്റ്റാമിനയും ബോഡിയൊക്കെ അത്രയും ഇവോൾവ്ഡ് ആയിരിക്കണം ഈ ഒരു ഇത്രയും ടൈം ട്രാക്കിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനൊരു കുറച്ച് നേരം ഞങ്ങൾ ഈ ഒരു ട്രാക്കിൽ ചെയ്തിട്ടുള്ളൂ, ഒരു 9-10 ലാപ്പങ്ങാണ്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഒരു വിധമായി. കാരണം ഡീഹൈഡ്രേഷൻ ഒരു രക്ഷയില്ല, നല്ല വെയിലാണ്. നമ്മുടെ കഴിഞ്ഞ ഇന്ത്യൻ MotoGP നടന്നിരുന്ന ടൈമിൽ ഇപ്പോഴത്തെ ചാമ്പ്യനായിട്ടുള്ള ജോർജ് മാർട്ടിന് നമ്മുടെ ഇന്ത്യയിൽ റേസ് ചെയ്തിരുന്ന ടൈമിൽ ആ ചൂടുകൊണ്ട് ഫുൾ ലാപ്പ് കഴിഞ്ഞിട്ട് പിറ്റ്ലൈനിലേക്ക് വന്ന ടൈമിൽ മൂപ്പര് ആകെ തളർന്നു പോയാണ്. കാരണം വെള്ളം ഇല്ലായിട്ട്. എന്നിട്ട് റേസിംഗ് സൂട്ടൊക്കെ ഊരിയിട്ട് വെള്ളമൊക്കെ ഉള്ളിലേക്ക് കുടിച്ചിരിക്കുകയാണ്. കുറേ വെള്ളമൊക്കെ കുടിച്ചു മറ്റേ റെഡ് ബുള്ളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടാണ് ആൾ പിന്നെ ഒന്ന് സ്റ്റാൻഡായിട്ട് നിന്നത്. അത്രയ്ക്കും ചൂടാണ്. ആ ഒരു എക്സോസ്റ്റഡായ ഫീലിങ് അതൊക്കെ എനിക്കിപ്പം ഈ ഒരു ട്രാക്ക് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് അതൊക്കെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഈ ഒരു ചൂടും ഈ എക്സോസ്റ്റഡായി പോണ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പുഷ് ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് നോർമൽ റൈഡിങ് ആണ്. അപ്പോൾ ഒരു ഫുൾ മൈൻഡും ഫുൾ മസിൽസും ഫുൾ കാര്യങ്ങളും ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു ഹോട്ട് വെതർ കണ്ടീഷനിലാണ് നമ്മൾ റേസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ അതിന് എത്രത്തോളം നമ്മൾ എഫേർട്ട് എടുക്കണം എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. പിന്നെ ഈ ഒരു സ്യൂട്ടും അതുപോലെ ബൂട്ടൊന്നും എൻ്റെ കറക്റ്റ് സൈസല്ല, കുറച്ച് വലുതാണ്. കാരണം അതേ കിട്ടിയുള്ളൂ, പ്രോപ്പർ സൈസിലുള്ളത് കിട്ടാത്തതുകൊണ്ട്. ഇത്രയും പേര് ഒരുമിച്ച് ഈ ഒരു ട്രാക്ക് ഇവൻറ്റിൽ പങ്കെടുക്കുന്നതുകൊണ്ട് പല ഇതും നമുക്ക് ചിലപ്പോൾ സൈസ് കറക്റ്റായി കിട്ടില്ല. ഗ്ലൗ ഏകദേശം കറക്റ്റ് സൈസ് തന്നെ ആയിരുന്നു, പക്ഷേ ബൂട്ട് കുറച്ച് വലുതായിരുന്നു, അതേപോലെ സ്യൂട്ടും കുറച്ച് വലുതായിരുന്നു. അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മാത്രമല്ല എൻ്റെ ഗിയർ ലിവർ ഒന്നും ഉള്ളിലേക്ക് ബെൻഡായിരുന്നു. അതുകൊണ്ട് ഗിയർ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഗിയർ ചേഞ്ച് ചെയ്യാൻ, പ്രത്യേകിച്ച് അപ്ഷിഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ടഫായിരുന്നു. അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ മനസ്സിലാവുന്നതാണ്. ചില സമയത്ത് 2-3 തവണ ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ അപ്ഷിഫ്റ്റ് പ്രോപ്പറായിട്ട് ചെയ്യുന്നത്. കാരണം അത് ഗിയർ ലിവർ ബെൻഡായതുകൊണ്ട് ഈ ബൂട്ട് കുറച്ച് വലുതായതുകൊണ്ട് പ്രോപ്പറായിട്ട് ഉള്ളിലേക്ക് ഇട്ടിട്ട് പൊക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ യൂസ്ഡു ആയി.
അങ്ങനെ ഈ ഒരു അവസാനത്തെ ലാപ്പൊക്കെ എത്തിയപ്പോൾ ഇനിയും കുറച്ചും കൂടെ എന്നുള്ള ആ ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അതൊരിക്കലും മതി വരുന്നില്ല, ഒന്നുകൂടെ വണ്ടി പുഷ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. എന്തായാലും ഈ ഒരു ഇവൻ്റോട് കൂടിയിട്ട് എപ്പോഴെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഒരു ദിവസം ഒരു റേസിംഗ് സ്കൂളിൽ പ്രോപ്പറായിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് FMSC ലൈസൻസ് എടുത്തിട്ട് ഒരു ദിവസം ഒരു കംപ്ലീറ്റ് ട്രാക്ക് ഡേക്ക് പങ്കെടുക്കണം. ഫ്രീ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രാക്ക്, അതുപോലെയുള്ള ഇവൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യലുണ്ട്. ഇപ്പോൾ ഈ റേസിംഗ് സ്കൂളുകളൊക്കെ ഇതേപോലെ ട്രാക്ക് ഡേയ്സ് കണ്ടക്ട് ചെയ്യലുണ്ട്. 3 ദിവസത്തെ ട്രെയിനിങ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ലെവൽ 1 ലെവൽ 2 എന്നിട്ട് അതിൽ ഒരു ഡേ അവർ ഇതേപോലെ നമുക്ക് ട്രാക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടു തരലുണ്ട്. അത് ആ ഒരു ഇവൻറ്റിൻ്റെ പ്രൈസിങ്ങിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ലൈസൻസ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ നമുക്ക് ആ ഒരു സ്ലോട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് ഫ്രീ ആയിട്ട് ആ ഒരു ഡേ ത്രൂ ഔട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതുപോലുള്ള ഒരു ഇതിൽ യൂസ് ചെയ്യണം. ഒരു റേസിങ്ങിലും പങ്കെടുക്കണം എന്നൊക്കെ ഉള്ളൊരു തോട്ട് ഉണ്ട് ആദ്യം. അപ്പോൾ ഈ ഒരു ട്രാക്ക് എക്സ്പീരിയൻസ് കൂടെ ആയപ്പോൾ അതൊന്നും കൂടെ ഉറപ്പിച്ച് എന്തെങ്കിലും ഒരു ദിവസം ഒരു റേസിങ്ങിൽ പങ്കെടുക്കണം. വിൻ ചെയ്യാനൊന്നുമല്ല, ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുത്തെ ചൂട് നല്ല ഹെവി ചൂടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വൈസർ താത്തുമ്പോഴാണ് നമുക്ക് പ്രോപ്പറായിട്ട് ആ ഒരു ഫോക്കസ് കിട്ടുക. പക്ഷേ വൈസർ താത്തി കഴിയുമ്പോൾ സൺലൈറ്റ് അടിച്ചിട്ട് ഉള്ളിൽ നല്ല വിങ്ങൽ കാരണം വീണ്ടും വൈസർ പൊക്കും, കുറച്ച് എയർ കയറാൻ വേണ്ടിയിട്ട് വീണ്ടും വൈസർ താത്തും. ഇങ്ങനെയായിരുന്നു ഈ ഒരു ട്രാക്ക് ത്രൂ ഔട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രീതിയിലുള്ള ചൂടാണ് ഇവിടുത്തെ ചൂട്, നമ്മുടെ കേരളത്തിലെ പോലെയല്ല. എന്തായാലും ഇങ്ങനൊരു ഇവൻറ്റ് യമഹ കണ്ടക്ട് ചെയ്യുന്നത് ഭയങ്കര അടിപൊളിയായിട്ടൊരു സംഭവം. എല്ലാ വർഷവും അവർ ഈ ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് അവർ 2 ഡേ ആക്കിയിട്ടുണ്ട് ഈ ഒരു ഇവൻറ്റ്. ഫസ്റ്റ് ഡേ നമ്മുടെ ബിഗിനേഴ്സിന് ഫസ്റ്റ് ടൈമൊക്കെ ട്രാക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്നവർക്കും, ഒരു സെക്കൻഡ് ഡേ കുറച്ച് എക്സ്പീരിയൻസ് കിട്ടിയ ആൾ, അതായത് ഇപ്പോൾ നമ്മുടെ FMSCയുടെ ലൈസൻസൊക്കെ ഉള്ള അല്ലെങ്കിൽ ഈ ട്രാക്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ട്രാക്ക് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ഓടിക്കാനൊക്കെ വേണ്ടിയിട്ടൊരു ഡേ. അങ്ങനെ 2 ഡേ ആയിട്ടാണ് ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യാറുള്ളത്. ഇത് കോയമ്പത്തൂർ മാത്രമല്ല, നമ്മുടെ MMRTയിലും ബുദ്ധിലും മറ്റ് സ്റ്റേറ്റിലുള്ള ഗോകാർട്ട് ട്രാക്കുകളിലും അല്ലാതെയുള്ള ട്രാക്കുകളിലൊക്കെ ഈ ഒരു ഇവൻറ്റ് യമഹ ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇവൻറ്റിനെ കുറിച്ചുള്ളത്. എന്തായാലും ഇങ്ങനെ ഒരു ട്രാക്ക് എക്സ്പീരിയൻസ് തന്ന യമഹയ്ക്ക് ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ആദ്യം ഒരു യമഹ ഫാൻ ബോയ് ആണ്. അപ്പോൾ ഈ ഒരു ഇവൻ്റ് കൂടെ ആയപ്പോൾ ഒന്നും കൂടെ യമഹയോടുള്ള ഒരു ഇഷ്ടം കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്ത് മറ്റൊരു കാര്യം കൂടി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ ട്രാക്കിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഓന്തുണ്ടല്ലോ, എന്താ കമിലിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഓന്തില്ലേ, നമ്മുടെ റാങ്കോൻ്റെ ക്യാരക്ടർ, ആ റാങ്കോ ആനിമേഷൻ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും. അതിലൊരു റോഡിൻ്റെ ഒരു സീനൊക്കെ ഉണ്ട്. അതുപോലെ ഒരു ഓന്ത് ഈ റോഡിലൂടെ ക്രോസ് ചെയ്ത് ഓടി നടക്കുന്നുണ്ടായിരുന്നു. അത് എഡിറ്റ് ചെയ്ത ടൈമിലാണ് എൻ്റെ കണ്ണിൽ പെട്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇവൻറ്റിനെ കുറിച്ചുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ റാങ്കോ സൈനിങ് ഔട്ട്. Bye-bye. Come alive with me and quit the jealousy. I know you're bored.